എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എളുപ്പത്തിൽ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പം, ഇടിയപ്പം, പൊറോട്ട, ചപ്പാത്തി, പൂരി ഇവയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന മുട്ട റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ 4 മുട്ടയുടെ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനുവേണ്ടി 4 വലിയ സവാള ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ 5 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചോപ്പറിലാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. ചോപ്പറിൽ ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഈ പരുവത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഇവിടെ ഞാൻ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ എഗ് റോസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കും. പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പോട് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഇത് പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. സാധാരണ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ കളറായി വരണം. അപ്പോൾ ഒത്തിരി സമയം നമ്മൾ ഇളക്കി കൊടുക്കേണ്ടി വരും. ഇതുപോലെ നമ്മൾ അടച്ചു കൊടുത്ത് നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉള്ളി വഴണ്ട് വരുവേ. തീ കൂട്ടിയിട്ട് തന്നെ നിങ്ങൾക്ക് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് ആയിട്ടില്ല, ഒന്നും കൂടി ഇതൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് തുറന്ന് നോക്കാം. അതുകൊണ്ട് ഇപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു 5 മിനിറ്റ് കൊണ്ട് ആയി വന്നു കേട്ടോ. ഈ ഒരു പരുവായി വന്നാൽ മതി. ഇനി തീ അങ്ങ് ഫുൾ കുറച്ച് വെക്കാം. നമുക്കിതിലേക്കുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചസ്മെല്ല് മാറുന്ന വരെ നല്ലതായിട്ട് നമുക്ക് ഇതിനെ ഇളക്കി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. മസാലയുടെ പച്ചസ്മെല്ലൊക്കെ നല്ലതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഞാൻ 2 വലിയ തക്കാളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് നമുക്കിത് പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് തീ മീഡിയത്തിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് തക്കാളിയൊക്കെ നല്ലതായിട്ട് സോഫ്റ്റായി നല്ലതായിട്ട് മെൽറ്റായി വരുമേ. തക്കാളി നമുക്ക് തുറന്ന് നോക്കാം. ഇവിടെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് തവി വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു കിട്ടും. ഇനി ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വലിയ തണ്ടായതുകൊണ്ട് തന്നെ ഞാനത് മുറിച്ചിട്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾ കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് നമ്മൾ കൈവെള്ളയിലോട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഞാൻ 3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ കൈവെള്ളയിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കുടഞ്ഞാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലാതെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ ഇളക്കി എടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ചു വെക്കുക. 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. മസാലയൊക്കെ നല്ലതായിട്ട് ഈ തക്കാളികളിലൊക്കെ ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയാണ്. 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് മസാലയൊക്കെ ഇവിടെ നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മുട്ട ഇട്ട് കൊടുക്കാം. ഞാൻ മുമ്പ് പറയില്ല 4 മുട്ടയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മുട്ട പൊളിച്ചിട്ട് അതൊന്ന് വരിഞ്ഞ് കൊടുക്കണം. അപ്പോൾ അതിന് മുട്ടയുടെ ഉള്ളിലോട്ടൊക്കെ മസാല കയറും. എന്നിട്ട് 5 മിനിറ്റ് ഇതിനൊന്ന് അടച്ചു വെക്കുക. ഇപ്പോൾ കണ്ട് മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എൻ്റെ ഗ്രേവിക്ക് തന്നെ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാത്ത മുട്ട റോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ല തയ്യാറാക്കുന്നെങ്കിൽ മുട്ട റോസ്റ്റ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പം, പൊറോട്ട, ചപ്പാത്തി, പൂരി ഇവിടെയൊക്കെ നല്ലതാണ് ഈ മുട്ട റോസ്റ്റ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയിലോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.